प्राप्त हुए. ഇതാട്ടാ 11:40 നമ്മളെ വണ്ടി, നമ്മളെ ലഗേജ് അത്. ഓക്കെ, ഇതാണ് ലോക്മാന്യ തിലക് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ. ഇനി ഇതിലൂടെ കിടക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാ. നമ്മളെ ട്രെയിൻ ഇതാണ്, നേത്രവാദി എക്സ്പ്രസ്. 10:50 ഞാൻ ഇവിടെ എത്തിക്കണം. 11:40 വണ്ടി പുറപ്പെടുക. നമ്മളെ ലഗേജ് അത്. എന്തായാലും ഓക്കെ, ഇനി ഇവിടുത്തെ ഇതിലൊന്ന് കയറാൻ, ലഗേജൊക്കെ വെക്കാൻ പോവാണ്. അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേരത്. അപ്പോൾ ഈ പൈസ അവിടെ വീണ് എടുക്കുന്നുണ്ട്. ആരെ പൈസ ഒന്നും അറിയില്ല. ഈ പൈസ ഇപ്പം ഞാൻ ആരെങ്കിലുത്താണെന്നുണ്ടെങ്കിൽ അറിഞ്ഞാൽ കൊടുക്കും. അതല്ലെങ്കിൽ ഈ പൈസ ഇനി എൻ്റെ പോക്കറ്റിൽ വെക്കും. ഞാൻ ചായ കുടിക്കും, നാസ്തയ്ക്കും എല്ലാം കേൾക്കും. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കണ്ടാൽ 60 ഉറുപ്യ അത് കൊടുക്കും ചെയ്യും. അതിന് നമ്മളാ പൈസ അങ്ങനെ തിന്നാൻ പാടില്ല. ആരെ പൈസ എന്നുള്ളൊരു കൊടുത്തു നോക്കുക. അവിടെ ട്രെയിനിൻ്റെ അകത്ത് വീണ് എടുക്കുകയായിരുന്നു ആ പൈസ, 60 ഉറുപ്യ. അപ്പോൾ നമ്മൾ അവിടുന്ന് സുഖമായിട്ട് അവിടുന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവിടുന്ന് കേരളത്തിലേക്ക് പോകണം, ടച്ച് ചെയ്യണ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ നല്ല നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് വിടാം ഇൻഷാല്ലാ. അപ്പം ഞാൻ പൈസ കിട്ടിയിട്ടുണ്ട്. ആയിരത്താന്ന് ഒരു പുറത്ത് വിളിച്ചിട്ടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ. ഞാൻ ആ പൈസ ഞാൻ എന്താ ചെയ്യുക അറിയോ? ഇപ്പോൾ യൂട്യൂബിലല്ല, യൂട്യൂബിൽ ഓരോരുത്തരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടിട്ട് പറയല്ലോ, ഞാൻ വളരെ സീരിയസ് ആണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഗൂഗിൾ പേ നമ്പറൊക്കെ വിടുമല്ലോ. അപ്പോൾ അതിൽ കൂടെ ചിലപ്പോൾ ഒരു 60 ഉറുപ്യ കിട്ടിയതാണ്, ഇവിടെ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച് പൈസ എന്താ തോന്നുന്നത് വെച്ചാൽ ചിലപ്പോൾ 200, 300, 400, 500 അപ്പം അങ്ങനെ വിട്ടുകൊടുക്കും. അല്ലാതെ ഇപ്പം നമ്മളാ പൈസ തിന്നുന്നത് ശരിയല്ല. എന്തായാലും ഇൻഷാല്ലാ എന്താ മമ്മൂട്ടിയുടെ ലുക്കൊക്കെ എവിടെ സ്ഥലമാണോ ആവട്ടോ, ഇങ്ങനെ വീഡിയോ എടുത്ത് വിടുന്നുണ്ട്. മംഗളൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നാട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിന്. ഞങ്ങൾ ട്രെയിനിൽ പരിചയപ്പെട്ട സംസുക്ക എല്ലാവരോടും നിങ്ങൾ ഗൾഫിൽ ഖത്തറിന്ന് വരികയാണ്. ബോംബെ വന്ന് ഇറങ്ങിയതാ. ട്രെയിനിൽ ഭയങ്കര ചാർജ് കൂടുതലല്ലേ അവിടുത്തെ, അത് കാരണം ഇവിടെ ബോംബെ വന്ന് ഇറങ്ങി അല്ലേ. സംസുക്കാരൊക്കെ പറയണ എല്ലാവരും ഉണ്ടാവും. എല്ലാവരോടും അങ്ങനെ ബാംഗ്ലൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കുന്നത്. ചായ അവിടെയാണ്, ആ ഭാഗത്താണ്. അല്ല അതാ ഇവിടെ ഉണ്ട്, അവിടുത്തെ ക്യാൻറ്റീൻ. നമുക്ക് അങ്ങോട്ട് നടന്നു പോവാ. സംസുക്ക ഞാൻ പറഞ്ഞല്ലോ, ട്രെയിനിന്റെ അകത്തുനിന്ന് എനിക്ക് പൈസ വീണിട്ട് 60 ഉറുപ്യ കിട്ടിയത് ആരുതാന്ന് എനിക്ക് അറിയില്ല. ആയിക്കൂടെ എന്തെങ്കിലും പൈസ കൂട്ടിയിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വിട്ടുകൊടുക്കണമെന്ന്. അപ്പൊ അങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞിട്ട് ഇല്ലാത്തതല്ല പറഞ്ഞത്. ആ വീഡിയോ അതിൽ കിടക്കുന്നുണ്ട്, ഞാൻ വിട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ മൂപ്പരായിട്ട് പരിചയപ്പെട്ടപ്പോ ഇവരോടൊക്കെ പറയാണ് സത്യമുള്ള പൈസ. അപ്പൊ ഞാൻ മൂപ്പരാട് ഇപ്പൊ ട്രെയിനില്ല, മൂപ്പർ എപ്പോഴും പരിചയപ്പെട്ടുള്ളൂ കുറച്ച് നേരത്തെ മുന്നേ. അപ്പൊ ഞങ്ങൾ ചായ അടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പ്ലാറ്റ്ഫോമിന്റെ അവിടെ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഒരു 60 ഉറുപ്യ ട്രെയിനിന്റെ അകത്തുനിന്ന് കണ്ടിട്ട് ആരുതാന്ന് അറിയില്ല. അപ്പണ്ട് മൂപ്പരാട് പറഞ്ഞത് ആ പൈസ എന്റേതാണ്, 60 ഉറുപ്യയുടെ വീണ്ടെടുക്കുന്ന പൈസ എന്ന് പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞത്, ഒരാളെ പൈസ നമ്മൾ വാങ്ങി തിന്നാൻ പാടില്ല, ഉള്ളത് ആർക്കാച്ചാൽ അതിൻ്റെ അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുക. അപ്പം ഞാൻ അതിൽക്കൂടെ 100-300 ഉറുപ്യ കൂട്ടിയിട്ട് ഞാൻ ആരെങ്കിലും വിട്ടുകൊടുക്കുക, ആരെങ്കിലും പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുക്കാന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സത്യം അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞാൽ അത് അതിൻ്റെ ആളെ ഇവിടെ കിട്ടുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന സംഭവങ്ങളാണ്. ഇൻഷാല്ലാ എല്ലാവരോടും. ഏത് ഈ സ്ഥലത്തിന്റെ പേരാണ്? നേത്രവാദി പുഴ അല്ലേ? നേത്രാവതി പുഴ പേരിലാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. ഇതിന്റെ പേരിലല്ലേ? ജനങ്ങൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കുക, കേൾക്കട്ടെ എല്ലാവരും. ഇതാണ് മംഗലാപുരം നേത്രാവതി
ആ ഡ്രൈവർ റിവർ റിവർ. നേത്രാവതി പുഴ അത് ശരി. ഈ പേരിലാണ് ഈ ആ ട്രെയിൻ അറിയപ്പെടുന്നത്. അത് ശരി, അങ്ങനെയാണല്ലേ. ഇൻഷാല്ലാ ഈ പേരിലാണ് ഈ ട്രെയിനിന്റെ പേര് അറിയപ്പെടുന്നെന്നാ പറഞ്ഞത്, നേത്രാവതി എക്സ്പ്രസ് എന്നുള്ളത്. അപ്പോൾ നേത്രാവതി പുഴയാണ്. നിങ്ങളായിട്ട് പറഞ്ഞു, നിങ്ങളത് കാണട്ടെ എല്ലാവരും. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. മുപ്പൻ്റെ ഇവിടെ ഉള്ള കോഴിക്കോടുള്ളതാണ്. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, യൂട്യൂബിൽ എല്ലാവരും പറയുന്നുണ്ട്, മാനി വെച്ച് ആ വൈക്കൊക്കെ പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി എടുത്ത് വിടണട്ടാന്ന്. ഇതാ കണ്ടോളി. ഇതിന്റെ ഈ പുഴന്റെ അടുത്താണ് മറ്റേ ആ ഒരു ഡ്രൈവർ ലോറി മണ്ണിടിഞ്ഞില്ലേ, ആ ആ ഈ പുഴന്റെ അരുവിലാണ് നേത്രാവതി പുഴന്റെ. ആ അത് ശരി. കോഴിക്കോടുള്ള ഒരു ഡ്രൈവർ, ലോറി ഡ്രൈവർ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചില്ലേ? ആ മണ്ണിടിച്ചിട്ട് മരിച്ചത്. അത് ശരി. അവിടെ ഈ കുറച്ച് മുന്നോട്ട് പോയാലേ പിന്നെ എന്തായാലും ഇവിടെ കട്ടാക്കാം. പുഴന്റെ അരിക്കാണ് നേത്രാവതി പുഴന്റെ. നേത്രാവതി ആ ബൈക്ക് കഴിഞ്ഞിട്ടാണ് അന്ന്. അത് ശരി. പുഴയിലാണ് ആ അത് ശരി. ഇവിടെ കട്ടാക്കട്ടെ. സംസുഖ ട്രെയിൻ നമ്മളെല്ലാരും പരിചയപ്പെട്ടിട്ടുണ്ടാ. നിങ്ങളെ പേരെന്താണ്? പ്രമോദ് ഭായ്. നിങ്ങളെ പേരാ? ശ്യാം അല്ലേ? നിങ്ങളെ പേരെന്താ? റിയാസ്. ബോംബെന്നാ വരുന്നതായിട്ട്. ആ അപ്പോൾ ട്രെയിനൊക്കെ എല്ലാരും പരിചയപ്പെട്ടിട്ട് നമ്മളെ കുറെ കമ്പനിക്കാരുണ്ടായിരുന്നു. അവരൊക്കെ വേറെ വണ്ടിക്കാ വരണേ. വോട്ട് ചെയ്യാൻ വേണ്ടി പോവുക. ആ അപ്പൊ ഞങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നേത്രവാദി വണ്ടിക്ക് വന്ന് മറ്റുള്ളവരൊക്കെ അതിനെല്ലാരും കുറെ ടീമുണ്ട്. അവരൊക്കെ കൂടെ ഇന്നലെ കേറിക്കണേ. അപ്പൊ എല്ലാരോടും നാട്ടിലെത്തിട്ട് ഞങ്ങള് വിവരം പറയാം. വോട്ട് പിണറായി ചെയ്യണം കേട്ടോ. ആർക്കായുണ്ട്? ആയിക്കോട്ടെ ആയിക്കോട്ടെ. വോട്ട് ഫോർ LDF. അപ്പൊ എല്ലാരോടും കാസർഗോഡ് എത്തിയിട്ടാ. അങ്ങനെ കാസർഗോഡ് എന്ന സ്റ്റേഷനിലെത്തി. കാസർഗോഡ് എന്ത് രസം എന്നറിയാം. നാടിങ്ങനെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷത്താണ്. കേരളത്തിൽ കണ്ട് എത്തുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ. ഇതൊക്കെ ഒരു കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം നോക്കുകയാണെങ്കിൽ അതാണ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യണത്. വിമാനത്തിൽ യാത്ര ചെയ്തതൊന്നും കാണാൻ പറ്റൂല. കണ്ടില്ല, ഈ ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്താൽ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട്. നിങ്ങൾ വിമാനത്തിൽ പോയാലും ട്രെയിനിൽ യാത്ര ചെയ്താൽ മതി. ഇതാണ് നമ്മളെ കലാഭവൻ പറഞ്ഞത്. നാളികാരത്തിൻ്റെ നാട്ടിൽ നിൽക്കുന്ന താടി വേടിക്കുന്ന പണിയുണ്ട്, നല്ല താടി വേടിക്കുന്ന പണിയുണ്ട്. ആ താടി വേടിച്ച് കിട്ടുന്ന കാശും കൊണ്ട് 5-8 പേരുടെ ചെലവുണ്ട്. നാളികാരത്തിൻ്റെ ഇതിനും വലുത് പാട്ട് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പാടിത്തരിക? നമുക്ക് സബ്സ്ക്രൈബ് ഒരുപാടായിട്ടാ. ഇന്നലെ 100 സബ്സ്ക്രൈബായി. ആരാ ചെയ്തെന്ന് ഒരു പൊടുത്തുമില്ല. എങ്ങനെയുണ്ട്? ഇനി എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുക. ഇതേമാതിരി നല്ല നല്ല സ്ഥലങ്ങൾ ഇങ്ങനെ കാണുക. ഓക്കെ, നമ്മളെ ജാഫർ ഖാനെ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടാട്ടാ. കോഴിക്കോടാണ് മൂപ്പരുടെ വീട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇൻഷാല്ലാ കാഞ്ഞങ്ങാട് എന്ന സ്ഥലം സ്റ്റേഷനിലെത്തിയിട്ടാണ്. എന്തായാലും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 100 സബ്സ്ക്രൈബായി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരൊറ്റ ദിവസം കൊണ്ട് 100 സബ്സ്ക്രൈബ് ആവുന്നു. 13,600 ആയിരുന്നു. ഇപ്പോൾ 13,700 മീത കടന്ന്. ഇത് പയ്യന്നൂരോ? ആ, പയ്യന്നൂർ എന്ന സ്റ്റേഷനാണ്.
ട്രെയിന് കുറച്ച് ലേറ്റാട്ടാ, 1 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. പയ്യന്നൂർ എന്ന സ്ഥലമാണ്. ഇനി ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേക്ക് ചെയ്യും. ഓക്കെ, കണ്ണൂരെത്തിട്ടാ 8:30 മണിയായി. ഇത് കണ്ണൂരാട്ടാ. നമ്മളെ കണ്ണൂർ സഹദ് പറഞ്ഞ നമ്മുടെ സ്നേഹിതണ്ട്, യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട്. ഓൻ്റെ നാടത്. തലശ്ശേരി എത്തിയിട്ടാ. വണ്ടി കുറച്ച് ലേറ്റാണ്. അങ്ങനെ തലശ്ശേരി ഇവിടെ സ്റ്റോപ്പാക്കട്ടെ. എന്താ പേര്? ഓരപ്പുഴ അല്ലേ? ഓരപ്പുഴ എന്ന സ്ഥലം. കോഴിക്കോട് ഏകദേശം എത്താറായി. ജാഫർക്ക് ഇപ്പോൾ കുട്ടിപ്പുഴ കോഴിക്കോട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കോഴിക്കോട് എത്താറായിട്ടാ. നമ്മളെ ജാഫർക്ക് കോഴിക്കോട് ഇറങ്ങിയാണ്. ജാഫർക്കട ലഗേജൊക്കെ ഇറക്കി കൊടുക്കട്ടെ. ട്രെയിനിന് പരിചയപ്പെട്ടതാ. ട്രെയിന് ലേറ്റാ. ജാഫർക്കട പോണ്. കോഴിക്കോട് എത്തി. വണ്ടി കുറച്ചേരം ലേറ്റാ. വണ്ടി കുറച്ച് ലേറ്റായി. ഇനിയിപ്പോ ഒരു 10 എത്ര മണിയാവും തോന്നണേ. കുറ്റിപ്പുറത്താണ്. ഇവിടെ വന്നാൽ കോഴിക്കോട് അലുവൊക്കെ കിട്ടും. ഏത് അലുവ മേടിക്കേണ്ടെന്ന് ഒരു കൊടുത്തുമില്ല കുട്ടികൾക്ക് വേണ്ടി. എന്തായാലും ഇവിടെ കട്ടാക്കട്ടെ. ബോംബെന്ന് ഇങ്ങനെ വരുമ്പോഴേ ട്രെയിനിലിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ്. അവനവൻ്റെ നാടും വീടും കേരളങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കേരളം കണ്ട് എന്ത് രസം നേരം. രാവിലെ പുലർച്ചെ ഇങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല രസമുള്ള സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലോ ട്രെയിനിൽ യാത്ര ചെയ്യണത്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്യാത്തത്. ഇങ്ങനെ വരുമ്പോൾ രാവിലെ ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾ കഞ്ഞി ചമ്മന്തി പിന്നെ ഉണക്കൽ മീൻ എന്തെങ്കിലും ഉണ്ടാവും, സ്രാവ് എന്തെങ്കിലും, അത് ഞാൻ ചെന്നിട്ട് ആദ്യമായിട്ട് കുടിക്കും. അതാണ് എൻ്റെ പരിപാടി. എന്നും ചെയ്യണ പരിപാടിയാണ് കഞ്ഞി ചമ്മന്തി.
അത് ബെസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ബീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും. പക്ഷെ എനിക്ക് കഞ്ഞിനോടാണ് താല്പര്യം. അത് ബോംബെന്ന് നാട്ടിൽ കൊണ്ട് എത്തിയ പോലെ കുടിക്കണം കഞ്ഞിയും ചമ്മന്തി. നമ്മളെ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും അവിടുത്തെ ബോംബെയിൽ കണ്ണി കണ്ടൊക്കെ വാരി വലിച്ച് തിന്നതാണ്. ആ അസുഖങ്ങളൊക്കെയാണ് മാറണമെന്നുണ്ടെങ്കിൽ നാട്ടിലെത്തിയ പോലെ കഞ്ഞിയും ചമ്മന്തി അത് കുടിച്ചോക്കാണ് നിങ്ങളെല്ലാ അസുഖങ്ങളും മാറും. ഇതല്ല ഇനി എന്തായാലും കേരളത്തിൽ ഇങ്ങനെ വരുമ്പോൾ എന്ത് രസം തരും. ഒരു പാട്ടോട് പാടിയല്ല സന്തോഷം കൊണ്ട്. കാരണം വോട്ടാണ് ഇനി വരാൻ പോണേ. കരയാനും പറയാനും മനം ഒത്തിരിക്കാനും നീയല്ലാതാരുമില്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിയുന്ന തമ്പൂരാനെ നീയല്ലാതാരുമില്ല കോനേ. പ്രവാസിയായ ഞങ്ങൾ നാട് വിട്ട് പോയവരാ, തിരിച്ചു വരുമെന്നുള്ള ഉറപ്പില്ലാതെ പോയവരാ, തിരികെ എത്തി നാട് കാണിച്ച റബ്ബിൻ്റെ സ്തുതി എല്ലാം അറിയുന്ന നാഥൻക്ക് ഞങ്ങൾ പ്രവാസികളാണ്. യാ റബ്ബെ തിരിച്ചെത്താനുള്ള കഴിവും തന്ന കുടുംബങ്ങളെ കാണുവാനും കണ്ടും മുട്ടി കരയാനും. ആ പാട്ട് പഠിക്കണം. എന്താ രസം. കരയാനും പറയാനും മനം ഒത്തിരിക്കാനും നീയല്ലാതാരും ഇല്ല കോനേ. എൻ്റെ കരളിൻ്റെ പരപ്പനങ്ങാടി അവിടെയും ഇവിടെ പരപ്പനങ്ങാടി എത്തിയിട്ടാ നല്ല രസമുള്ള പരിപാടി. എല്ലാം കാണുന്ന റബ്ബേ നിങ്ങൾക്ക് ഞങ്ങൾ സ്തുതി. കരയാനും പറയാനും മനം ഒത്തിരിക്കാനും നീയല്ലാതാരും ഇല്ല കോനേ. എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിയുന്ന തമ്പൂരാനെ നീയല്ലാതാരുമില്ല കോനേ. അയ്യോ പരപ്പനങ്ങാടി വണ്ടി ലേറ്റാണ്. സംസുക്ക എവിടെ കണ്ണൂരെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ വണ്ടി നേരത്തെ എത്തി. എൻ്റെ വണ്ടിയാണ് ഇപ്പോൾ ലേറ്റായത്. നമ്മളെ മക്കളൊക്കെ അവിടെ കൂടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപ്പാൻ്റെ വരവും കാത്ത്. തിരൂര് എത്താറായിട്ടാണ്. എന്താ രസം റബ്ബേ, പടച്ച റബ്ബേ. എന്ന് ഇതേമാതിരി ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള തോഫീക്ക് നൽകണ റബ്ബേ. വിമാനത്തിൽ പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം അതിന് 5000, 7000, 6000 ഉറുപ്പിക ഈ തെങ്ങുമ്പോൾ കയറിയിട്ട് അതിനത്രയും കിട്ടണില്ല റബ്ബേ. ഒരു ദിവസം പണിയെടുത്താൽ 4000, 7000 രൂപ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ 10,000 കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ 15,000 കിട്ടിയാൽ അതിൻ്റെ അപ്പുറം കിട്ടണില്ല ഒരു ദിവസം. അതുകൊണ്ട് അള്ളാഹു ട്രെയിനിൽ യാത്ര പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ മതി. ട്രെയിനിലാകുമ്പോൾ ഇങ്ങനെ ഇഞ്ചനൊക്കെ കാണാം. എന്തൊക്കെ ഇത് വിമാനത്തിലാകുമ്പോൾ ആകാശത്തിൻ്റെ മുകൾക്കോട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ആകാശം മാത്രം കാണാം. ട്രെയിനിൽ എപ്പോഴും എവിടെ തിരൂർ ഇപ്പുറത്താ തോന്നുന്നത് കാണിച്ചു തരാം. അതാണ് തിരൂർ. ഇവിടെ എൻ്റെ അളിയൻ്റെ പെങ്ങളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത് തിരൂർക്ക്. ഓൻ്റെ പേരാണ് അബി എന്ന് പറയും. ഓനെ ഇവിടുന്ന് കുറച്ചായിട്ട് പോയാൽ മതി. ചമ്മറോട്ടം കടവുകൊണ്ട് കിടന്ന ചമ്മറടത്ത് കണ്ടെത്തണ്ട. എത്രണ്ട് മുന്നേ ഓൻ്റെ വീടാണ്. അല്ല എൻ്റെ ലഗേജ് അടച്ചിക്കണേ. ആരെങ്കിലും അതിന് തട്ടിപ്പറിച്ച് കൊണ്ടായാലേ. പെങ്ങളെ മോനായിട്ട് പണ്ട് പെങ്ങളെ അളിയൻ്റെ മോന്. അപ്പോൾ ഓന് അബി എന്ന ഓൻ്റെ പേര്. ഓൻ പണ്ട് ബോംബെയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരുപാട് കൊല്ലം മുന്നേ. അന്ന് ഞാൻ തെങ്ങേറ്റം പഠിക്കണുള്ളൂ. അന്ന് ഓൻ്റെ പേരാണ് അബി എന്നുള്ളത് പറഞ്ഞത്. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ലേ തെങ്ങിൻ്റെ മോൾ ആദ്യമായിട്ട് കയറുമ്പോൾ എനിക്ക് അങ്ങോട്ടേക്കും കയറാൻ വയ്യ, അങ്ങോട്ടേക്ക് ഇറങ്ങാനും വയ്യ, കഴിച്ചിട്ട് മദ്രസിൽ തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ. അന്ന് ഓൻ്റെ വീട് ഇവിടെ എങ്ങനെയാണ്. ഇനിയിപ്പോൾ തിരൂര് കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, വണ്ടി ലേറ്റാണ്, അതാ ഉണ്ടായത്. ഇനി അടുത്ത സ്റ്റോപ്പ് കുറ്റിപ്പുറട്ടാ. എൻ്റെ കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ വന്നിക്കണമെന്ന് അറിയില്ല. കുറ്റിപ്പുറം 5 മിനിറ്റ് കൊണ്ട് എത്തും. എൻ്റെ മക്കളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാട്ട് കൊടുക്കാം.
പൊൻതാരങ്ങൾ മാനത്ത് മാളിക വെള്ളി തീരത്ത് മണിമാരനോ അഴകത്ത് ഇത്തിരി വീവുള്ള ഞാനോ വെയിലത്ത് പൊന്നോലത്തണലിൽ ഞാനോ വെയിലത്ത് പൊന്നോലത്തണലിൽ ബാക്കി പാടാൻ കിട്ടുന്നില്ല പാടാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പാടരുതേ. എന്ത് രസമെന്നറിയാം, കേരളത്തിലെ ആ തെങ്ങൊക്കെ കാണാൻ നല്ല രസം. അതൊക്കെ പ്രവാസികൾക്കാണ് ഈ വീഡിയോയിനോട് താല്പര്യം ഉണ്ടാവുക. ഇവിടെ നിൽക്കുന്നവർക്കൊന്നും അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ ഉള്ളവർ എപ്പോഴും ഇങ്ങനെ കണ്ണ് പൊളിച്ചിട്ടുണ്ടാവും. പ്രവാസികൾ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നാട്ടിലെ തെങ്ങൊക്കെയാണ് എന്ത് രസം എന്ന് പറയുക. ഇതൊക്കെ ഇങ്ങനെ കാണാൻ പ്രവാസികൾ ലൈക്ക് ചെയ്യുക. കേരളക്കാരെ ഇവിടെ ഉള്ളവരൊന്നും ആരും ലൈക്ക് ചെയ്യൂല. ഇവിടെ ഉള്ളവർ പറയും ഓനിക്ക് ഭ്രാന്താന്ന് പറയും. നിങ്ങളാരും പറയില്ല, നിങ്ങളൊക്കെ നമ്മളെ പോലെ പ്രവാസികളാണ്. നിങ്ങളാരും പറയില്ല പാനുവിന് ഭ്രാന്താണ്. നിങ്ങൾ പറയും മാനജുഞ്ഞും കൊണ്ടുവരാം. എന്നെ പോലത്തെ ഭ്രാന്തന്മാരെ കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്ന് പറയും. നമ്മളെ കേരളത്തിലുള്ള കേട്ടാ പ്രവാസികളൊന്ന് ലൈക്ക് ചെയ്യുക. പൊന്നാര മക്കളെ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വിട്ടുതരികയാണ്. കുറ്റിപ്പുറം ഭാഗത്തുള്ളതാണ് ഏകദേശം എൻ്റെ ലഗേജ്. അത് ഇതിൽ മൊത്തം എൻ്റെ മോനിക്കുള്ളത്, ഇതിൻ്റെ മണ്ടാമത്തെ, ഇതിൻ്റെ ചെറിയ മോൾക്കുള്ളത്, ഇതിൻ്റെ പെങ്ങളെ കുട്ടിക്കുള്ളത്. അവരൊക്കെയാണ് അവിടെ വെയിറ്റ് ചെയ്യണത്. ഇതാ കുറ്റിപ്പുറം. ഇവിടെയാണ് മീൻകറിയും ചോറും എന്ന് പറഞ്ഞ ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത്. എവിടെ ഉണ്ട് ഇപ്പം മീൻകറിയും ചോറും? എവിടെയാണ്? കുറച്ചായിട്ട് പോകണം. മീൻകറിയും ചോറും എന്ന് പറഞ്ഞിട്ട് എന്താ തിരക്കുന്നേരം. ഭയങ്കര ബില്ലാത്തര അവിടെ നിന്ന് കഴിച്ചാൽ. ഇതെന്താണ് പേര്? ലോകം മറിഞ്ഞ ചോറും മീനും. അതാ ചോറും മീനും. ലോകം മറിഞ്ഞ ചോറും മീനും. അത് പോയി കഴിച്ചോളി. 50,000 കയ്യിൽ വെച്ചിട്ട്. എൻ്റെ കുറ്റിപ്പുറം റബ്ബേ, ഒരു കേടുപാടും കൂടാതെ അള്ളാൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഇവിടെ എത്തി. ഇനി വോട്ടായിരിക്കാം ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ ഉള്ളവർ തീരുമാനിക്കട്ടെ. എന്നെ തല്ലേരുതിട്ടാ മോൻ എനിക്ക് ചെയ്യടാ എന്നാണ് എന്നെ കയ്യും കാലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കരുത്. UDF LDF അങ്ങോട്ടും ഇങ്ങോട്ടും പിടിപാടുണ്ടാക്കരുത്. കാരണം ഞാൻ ഞാൻ ഒരു പാർട്ടി ഇല്ലാത്ത ആളാണ്. ആര് പറഞ്ഞാലും ഞാൻ അതിൽ വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. നമുക്ക് എല്ലാവരും വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വരികയാണ്. എൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഇട്ടെറിഞ്ഞിട്ട് UDF LDF കേട്ട് ജലീൽ സാറിനാച്ചാൽ ആർക്ക് വേണമെങ്കിലും ഈ പ്രവാചകൻ മാനും ചെയ്യും. നിങ്ങളൊക്കെ നമ്മളെ ചേർത്തൊക്കെ ആൾക്കാരാണ്. നമ്മൾ ഒരു പാർട്ടിയും ഇല്ലാത്ത ആളാണ്. ഇതാണ് കേട്ടോ കുറ്റിപ്പുറം കെട്ടുക. ഞാൻ അപ്പുറത്തേക്ക് നിൽക്കട്ടെ. ഇവിടെ നിന്നാണ് എൻ്റെ കുട്ടികൾ കാത്തിക്കുണ്ടാവും. എൻ്റെ കുട്ടി ഇതാ കുറ്റിപ്പുറം ഏകദേശം ആയി തുടങ്ങിയില്ല. എൻ്റെ മക്കളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉടച്ച റബ്ബേ അല്ലാഹുവേ, ഒരു കേടുപാടും കൂടാതെ ഇവിടെ എത്തിച്ച് തന്ന എൻ്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഇതുപോലെ തിരിച്ച് എൻ്റെ അപ്പാനെയും മാനെയും എല്ലാവരും കാണാൻ എൻ്റെ ഉപ്പ പറ്റ സുഖമില്ലാതെ കെടുക്കുക പാവം. ആ അവസ്ഥയിലായിരിക്കണം. എന്നാലും രണ്ടാവരും എൻ്റെ അപ്പാനെ കാണാനുള്ള യോഗ അല്ലാഹു എത്തിച്ചല്ലോ, അത് മതി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിരുന്നു അത്ര. എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കൊടുന്നെന്ന് പറഞ്ഞു. എന്തായാലും ഒരു കേടുപാടും കൂടെ ഇവിടെ എത്തി. ഇതേമാതിരി തിരിച്ചു പോകാനും അവിടെ ബോംബെയിൽ എത്തിപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് കുറ്റിപ്പുറം. അസ്സലാമലൈക്കും കുറ്റിപ്പുറം. അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ എത്തിയിട്ടാ പറയണം. എൻ്റെ കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളോടാൻ പറഞ്ഞ് B1 അവിടെ വന്ന് നിൽക്കാൻ. ഇതിൻ്റെ കുറ്റിപ്പുറം എയർപോർട്ടാട്ടാ, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കുറ്റിപ്പുറം ഇൻ്റർനാഷണൽ എയർപോർട്ട്. എൻ്റെ മക്കളൊക്കെ പാടെ കുട്ടികളൊക്കെ പാടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ പാടെ എവിടെ ഒറ്റൊന്നിനും കാണാൻ ചെല്ലോ. എൻ്റെ മക്കളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കുട്ടികളൊക്കെ പാടെ ഇങ്ങോട്ട് വരി, വേഗം വരി. വണ്ടിയാ പോടെ. നിങ്ങൾ പിടിച്ചാൽ നിൽക്കൂല.
മക്കളൊക്കെ ഇവിടെ വേഗം വാ ലഗേജ് ഇറക്കാണ്ട്. അസ്സലാമു അലൈക്കും. ഏയ് മാമന്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇത് അതോട്ട് പിടിച്ചു കൊടുത്തു അനക്കുള്ളതാ ഈ വലിയ പുതിയ ചാക്ക്. അസ്സലാമു അലൈക്കും. ഏയ് ആരാപ്പത് നടിയോള് സിനിമ നടിയോളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ മാമനെ കൊണ്ടുവരാൻ എന്താ നിങ്ങളൊക്കെ വീര സുഖല്ലേ? ഒക്കെത്തിനും പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്കുള്ളതാട്ടാ ഈ പെട്ടി മൊത്തം. പിന്നെ ഇതിൻ്റെ ചെറിയ മോൾക്കുള്ള പുതിയ ലഗേജ് ഇതിൻ്റെ മോനിക്കുള്ളതാ റിസ്വാനുള്ളത്. അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ട് എത്തി. സാറിന് ഒരു കേടുപാടും കൂടാതെ മക്കളൊക്കെ പോലെ വാപ്പാനെ വെയിറ്റ് ചെയ്യാണ്. പെങ്ങളെ കുട്ടിയാണിത്. ഇത് രണ്ടാമത്തെ പെങ്ങളെ കുട്ടിയാണ്. നമ്മൾ ഇതിലൊക്കെ ഉള്ളത് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വെക്കുകയാണ്. സാറിന് ഒരു കേടുപാട് കൂടാതെ ഇവിടെ 80 रुपए प्राप्त हुए. ഇതാണ് കുറ്റിപ്പുറം എയർപോർട്ട് ഇട്ടാ മക്കളത്. കുറ്റിപ്പുറം എയർപോർട്ട് ഇതല്ലേ? ഇതിന്റെ പേരെന്താ? ഫ്ലൈറ്റിൽ വന്നിട്ട് ഇറങ്ങി. ഇന്റർനാഷണൽ എയർപോർട്ട് എന്താ ഈ കുറ്റിപ്പുറം അല്ലേ? മാമന്റെ എയർപോർട്ട് ഇതാണ്. ഇത് കാണാൻ ഈ മക്കള് എവിടുന്നൊക്കെ വരണമെന്ന് അറിയോ? ആ വിമാനത്തിന്റെ വലിപ്പം കണ്ടി വിമാനത്തിന്റെ വലിപ്പം കണ്ടില്ലേ? വിമാനല്ലേ? ആ എന്തായാലും ഞങ്ങളിവിടെ എത്തി. സമയം എത്രയായി? 11 മണിയോ? എത്ര മണിക്ക് വണ്ടി ലേറ്റായാ? വണ്ടി 11:15 വണ്ടി എത്തിയത്. എന്തായാലും ഇതിൻ്റെ ചെറിയ മോൾക്കുള്ള ഓള് പറഞ്ഞ് ഈ ചെറിയ മോള് ഇവളാണ്. ഓള് പറഞ്ഞ് ചെറിയ സഞ്ചിയിൽ കൊടുന്നാൽ മതി, അതാകുമ്പോൾ എൻ്റെ ബാഗ് ആരും തുറക്കൂലെന്ന്. അണക്ക് ഇതില് ഉണ്ട്. ഇതിൻ്റെ മോനിക്കുള്ളത്. അയ്യോ പെങ്ങന്മാരെ കുട്ടികൾക്കുള്ളതാ. ഇവരൊക്കെ ഇവിടെ വന്നതാണ് ആ പെട്ടി തുറക്കാൻ. എന്തായാലും ഇനി പെട്ടി തുറന്നിട്ട് കാണട്ടാ. നിങ്ങൾ പുറപ്പെട്ടിട്ടാ കുറ്റിപ്പുറത്തുനിന്ന് പുറപ്പെട്ട്. കുറ്റിപ്പുറം എയർപോർട്ട്. പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ മക്കളൊക്കെ പോലെ പെങ്ങന്മാരെ കുട്ടികൾ എന്ത് സ്നേഹം തന്നെ പെങ്ങന്മാരെ മക്കൾ. മാമൻ്റെ വീട്ടിലേക്ക് വരിക പറഞ്ഞാൽ ഇത്തിരി വല്ല സന്തോഷം മക്കൾക്കൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇങ്ങോട്ട് തീയടി കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണേ ഞാനാണ്. മാമൻ്റെ ഇംഗ്ലീഷിനൊക്കെ വേറെ മനസ്സിലാവില്ലേ? ഉണ്ടല്ലേ? എന്നായിക്കോട്ടെ വേഗം ലോകം പെടക്കാം. അത് ശരി. നമ്മളെ ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്താണ് പേര്? ആ ശരി കണ്ടിട്ടുണ്ട്. ഇതാണ് ടൗണ് റോഡ്.
എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് വരാനുള്ള വഴിയാണിത്. ഇവിടെയാണ് അനാഥ മന്ദിരമുള്ളത്. ഇവിടുന്ന് താഴത്തേക്ക് തിരിഞ്ഞാൽ മതിട്ടാ. ഇവിടെ താഴത്തേക്ക് കണ്ടിട്ട് ഇറങ്ങിയാൽ മതി. ആ കൂരയുടെ പായാസ്പത്രിൻ്റെ അവിടെ, ആ പള്ളീൻ്റെ അവിടുന്ന്. എന്താ പൈപ്പ് ലൈൻ പൊട്ടിയതാ? അതവിടെ ഇങ്ങോട്ട് റൈറ്റ് ഇരിക്കോട്ടാ. ഈ വീടാണ്. അങ്ങോട്ട് റൈറ്റ് തിരിച്ചു. ആ വീട് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടാ. എന്തായാലും ഒരു കേടുപാടും കൂടാതെ ഇവിടെ എത്തിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇറക്കട്ടെ. വരും മക്കളെ. കുട്ടികൾ ലഗേജ് ഒരു മോളിപ്പോൾ അവിടെ ഇറങ്ങിക്കണം. അവൾ സ്കൂട്ടിയിട്ട് വരാറുണ്ട്. കുട്ടികളെ സന്തോഷം നോക്കുകയാണെ. മാമ എന്തൊക്കെയാണ് കൊടുത്തിക്കണമെന്നുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് മാമൻ്റെ കുട്ടികൾക്ക് കേട്ടാ. എല്ലാം നമുക്കിപ്പോൾ പെട്ടി തുറക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടാ. എൻ്റെ ഈ ചെറിയ കുട്ടി ഇറങ്ങി ഇവള് പറഞ്ഞെന്ന് എന്നോട് ഇപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? അപ്പാ ഈ ചാക്കുണ്ടല്ലോ ഇങ്ങനത്തെ സഞ്ചിയിൽ കൊടുത്താൽ മതി, കുറച്ച് പൊട്ടി അങ്ങനെ ഇതിൽ കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ ആരും തുറന്നു നോക്കില്ല. ആരും പറയും എനിക്ക് വേണ്ട അറിയാം. അപ്പോൾ ഇവിടെ ബുദ്ധി പോയ പോക്കൊക്കെ. അപ്പോൾ ഓള് പറഞ്ഞ് ആ സഞ്ചി തന്നെ എനിക്കുള്ള സാധനം തുറന്നു നോക്കുക, എന്നാൽ തുറക്കുക. എൻ്റെ കുട്ടിക്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. എന്താ പാവല്ല അത് പിടിക്കും തുറന്നു നോക്കാം. ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. എന്തായിരിക്കും ഇതിനുള്ളിൽ നിന്നുള്ള സാധനം തുറക്കല്ലേ? എൻ്റെ കുട്ടിയുടെ സ്വപ്നം ഇതാ എന്തെല്ലാം. ഇതിന്റെ മോനിക്കുള്ള ഹെൽമെറ്റാ വന്നിട്ടുള്ളൂ. ഓനിക്കുള്ള ഒരു ഹെൽമെറ്റ്. ഓനിക്കിപ്പോ 18 വയസ്സായി. അപ്പൊ ഓനിക്ക് ഇതിപ്പോ ലൈസൻസ് എടുക്കാൻ പോവാണ്. ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇതിലുണ്ട്. ലഗേജ് ഇതാണ് ഇനി തൽക്കാലം. അപ്പൊ എല്ലാവരോടും സുഖമായിട്ട് എത്തി. കുഴപ്പമില്ല. 11:30 ടൈം. 11:30 വണ്ടി ലേറ്റായി. നമ്മളെ സംസുഖ് ഇവരൊക്കെ വേറെ വണ്ടിക്കാ കയറിയില്ലാന്നോ അതിനാണ് പുറപ്പെട്ടിരിക്കണത്. അവരിപ്പോ ഏകദേശം കുറച്ചഞ്ച് എത്തും. ഇതിപ്പോ ഇത് ഞാനൊരു സാധനം കൊടുക്കുന്നത്. അതെന്താ അറിയോ? ഇതിന്റെ സാധനങ്ങളൊക്കെ ലഗേജ് ഭക്ഷണ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി കൊടുക്കുന്ന സഞ്ചിയാണ്. ഇത് ഒരു കോഫിയുടെ ഇതാണ്, നൈസ് കോഫിയുടെ പാക്കറ്റാണ്. ഇതിന് 2 റുപ്യ വില. കണ്ടില്ല? കാണിച്ചാ നേരമില്ല, ഷോർട്ട് വീഡിയോ ആണ്. ഇതാണ് സംഭവം. ഇതേ കാപ്പി ചായ ഉണ്ടാക്കണം. ഇതിന് ഒരു പാക്കറ്റ് എടുക്കുക, പൊട്ടിക്കുക ഇടുക. കണ്ടില്ലേ? ഇത് ഇങ്ങനെ സംഭവിച്ച ഒന്ന് ഒരു പാക്കറ്റ് ചപ്പാക്കും ഒരു പാക്കറ്റ് ഇവിടെയും എല്ലാവർക്കും ഉണ്ട് വെച്ചാ. അപ്പൊ എന്തായാലും ഒരു കേടുപാട് ഈ പെട്ടിയാണ് തുറക്കാൻ പോകുന്നത്. ഈ പിന്നെ തുറക്കാൻ വെച്ചാണ്. ശരിട്ടാ എല്ലാവരോടും. ഞാനിവിടെ വന്നിട്ടുള്ളൂ. വന്ന പാട് കഞ്ഞിയാട്ടാ. എല്ലാവരോടും പറയണം. മോളെ ഇവിടെ വാ, ഇതാ ഇത് തുറക്കട്ടെ. ബിസ്മില്ലാഹിർ. എൻ്റെ കഞ്ഞി, ഇതിലേക്ക് വേണ്ട ചമ്മന്തി. ഇവിടെ വന്ന അങ്ങോട്ട് എടുത്താണ്. ഞാൻ ഇവിടെ വന്ന പാട് എനിക്ക് വേണ്ടത് ആദ്യം കഞ്ഞിയാണ്. കഞ്ഞി ചമ്മന്തി ഇതിൻ്റെ ഭക്ഷണമാണ്. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. നിങ്ങൾ പ്രവാസികളായ എല്ലാവരോടും പറയണേ. കാരണം പ്രവാസി ലോകത്ത് എന്നും പറയേണ്ട ആവശ്യമില്ല. എപ്പോൾ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇന്നെ അറിയില്ല. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഈ ചരിത്രം അറിയുന്നതാണ്. കാരണം പ്രവാസി ലോകത്തെന്ന് വെച്ചാൽ നമുക്ക് പലതും വാങ്ങി തിന്നാൻ കിട്ടും. ഇറച്ചും ആടും കോയും കിട്ടാത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ പലവും കഴിച്ചിട്ട് നമ്മളെ ശരീരത്തേക്ക് ആ ഒരു സംഭവം കടന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഇവിടെ വന്ന പാടി ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ
ആദ്യം വേണ്ടത് ഇതാ ബിസ്മില്ലാഹ്. കഞ്ഞി, ചമ്മന്തി, ഉണക്കല്. ഇത് സ്ഥിരമായിട്ട് കളണ്ട പണം തീർക്കുമ്പോൾ നിങ്ങളിവിടെ വന്ന പാട് കഞ്ഞി കുടിക്കുക. ഞാൻ തമാസല്ല. കഞ്ഞി കുടിക്കുമ്പോൾ എന്താ അറിയോ, ഇപ്പം നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർന്ന പോലെയാണ്. ഇപ്പം നമ്മൾ അന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് പലതും കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ഫസ്റ്റിൽ വന്ന പാട് കഞ്ഞി കണ്ടതൊന്നും വാരി വെച്ച് തിന്നരുത്. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ അതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഓരോ സ്റ്റേറ്റിൽ എത്തുമ്പോഴും നമ്മളെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക. കാലാവസ്ഥ മാറുമ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ പ്രകൃതികളെല്ലാം മാറും, എല്ലാം മാറ്റം വരും, പല അസുഖങ്ങളും മാറും. കാരണം ഓരോ ഭാഗത്തേക്ക് ഇപ്പോൾ കേരളക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരാൾക്കാർ അവരൊരു മലയാളിയാന്നുള്ളത് അവൻ്റെ അവിടുത്തെ കാലാവസ്ഥൻ്റെ ആ രൂപം പ്രകൃതിയൊക്കെ ഇവിടെ കാണുമ്പോൾ മനുഷ്യൻ്റെ രൂപം മാറും. അപ്പോൾ തന്നെ ഒറ്റയടിക്ക് നോക്കിയ കാര്യം ഓൻ കേരളക്കാരനാന്ന് പറയും. വേറെ അതേപോലെ വേറെ ഒരുത്തനെ കണ്ടാൽ പറയും ഓൻ കർണാടകക്കാരനാന്ന് പറയും. ബംഗാളികളെ കണ്ട ബംഗാളിയാന്ന് പറയും. മദ്രാസുകളെ കണ്ട അതെന്താണ് ഓരോ രാജ്യത്തും കാലാവസ്ഥ ഇങ്ങനെ അടിച്ചു കയറുമ്പോൾ അതിൻ്റെ പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ പല രോഗങ്ങളും അങ്ങനെ മാറും. ഇനി കൂടുതൽ പറഞ്ഞില്ല, എപ്പോഴും ഗൾഫിലുള്ളവരും എല്ലാവരും ഞാൻ പറഞ്ഞൊരു വാക്ക്, അത് നല്ലൊരു കാര്യം എന്നുള്ളത് നിങ്ങൾ ഗൗരവത്തിലെടുക്കുക. എപ്പോഴും കഞ്ഞി കുടിക്കുക. എന്നിട്ട് ഇനി ഇത് കഴിച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂർ കഴിച്ചിട്ട് നിങ്ങൾ ബീഫ് എല്ലാം കൊടുക്കുന്നുണ്ട്, ബീഫും ചിക്കനൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനോട് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. സാറിന് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വെക്കുകയാണ്. ഞാൻ സുഖമായിട്ട് എത്തി. ഇനി വോട്ട് ചെയ്യാൻ 9-ാം തീയതി പോവുകയാണ്. വെച്ചോളാം. അസ്സലാമു അലൈക്കും, നമസ്കാരം, നന്ദി. കർണാടക സൈഡാണ്. ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറ്റേ, ഞാനിപ്പോൾ ഇവിടെ ഇന്ന് 5 മണിയായിട്ട് രാവിലെ ഇതായി ട്രെയിനിൽ ഇവിടുന്ന് എനിക്കൊരു 60 ഉറുപ്യ, ആരെ പൈസ എന്ന് അറിഞ്ഞില്ല, 60 ഉറുപ്യ വീണ് കിട്ടി. ആർത്താന്നുള്ളൊരു പൊടുത്തുമില്ല.